സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നീറുന്ന നോവുണ്ടോ വീടാമുറാതുണ്ടോ ഹാജത്തടങ്ങാനുണ്ടോ ഹബീബോര് ചൊല്ലൂ നീ സ്വലവാത്തുൽ ഫാത്തിഹ്. അതിനാൽ തീരാത്ത കഥനമുണ്ടോ മാറാത്ത രോഗമുണ്ടോ? എന്താ അവിടെ റംല? ഇവിടെ ദുആ ചെയ്യുന്ന സമയത്ത് എന്താ നിങ്ങൾക്ക് അവിടെ പണി? ഇവിടെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇവിടെ ഈ ദുആ അല്ലാതെ വേറെ മരുന്നില്ലട്ടോ. നിങ്ങൾ ഇവിടെ വളരെ വിനയത്തോടെ തങ്ങന്മാരിപ്പോ നിങ്ങളെ നാട്ടിലില്ലേ? ഇഷ്ടംപോലെ തങ്ങന്മാരുണ്ട്. ഈ ദുആ അല്ലാതെ വേറെ മരുന്ന് ഇവിടെ ഇല്ല. മുഅ്മിനിന്റെ ആയുധം ദുആയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അവിടെ എന്തായിട്ട് പെണ്ണുങ്ങളെ കുറച്ച് കിടന്നേ. എന്താ അവിടെ അങ്ങോട്ട് നോക്കി നിൽക്കണ്? എന്താ അവിടെ? മലയാളം അറിയാം. ഒരു ബാംഗ്ലൂർക്കാരാണ്. മലയാളം നെഹി നെഹി കുറച്ചും കിടക്കേ. എന്താ അല്ലാഹു ബറക്കത്ത് കേട്ടോ. എന്താ ചെയ്യാ? നമുക്ക് സ്ഥലം മതിയാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത്. പിന്നെ ഇൻഷാ അല്ലാഹ് എല്ലാരോടും പറയാനുള്ളത്, ഇവിടെ നമ്മള് 92ഓളം കേട്ടോളി, വർത്താനം പറയല്ലോ, 92ഓളം പാവപ്പെട്ടവരും യതീമുകളും അഗതികളും അനാഥകളും നമ്മൾ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എത്ര? 92 മക്കൾ. ഒരു കുട്ടിനെ കെട്ടിക്കാൻ പുറത്താക്കാനാണ്. 92 മക്കളെ നമ്മൾ കല്യാണം കഴിപ്പിച്ചു വിട്ടു. 92 മക്കളെ അൽഹംദുലില്ലാഹ് സഹായിച്ചവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. ഏറ്റവും ചുരുങ്ങിയ ഒരു കുട്ടിനെ കെട്ടിക്കണയിൽ 3.5 ലക്ഷം റുപ്യ വേണം. എത്ര? 3.5 ലക്ഷം. എത്ര കോടി റുപ്യ ഉണ്ടാവും? ഒന്ന്. രണ്ടാമത് 100 ചില്ലാനം എത്തിയ മക്കളെ. ബാബു ബാബു എന്താണ് വർത്തമാനം പറയല്ലോ കേട്ടോ. താല്പര്യമില്ലാത്തതോടെ നിന്നോട്ടെ കേട്ടോ. നിങ്ങൾ തന്നെ വർത്തമാനം പറയല്ലോ കേട്ടോ. അവിടെ നിന്നിട്ട് 100 ചില്ലാനം എത്തിയ മക്കളെ നമ്മൾ ഏറ്റെടുത്തു. പൈത മക്കള് 6 മാസം, 1 മാസം, അല്ല 1 വയസ്സ്, 1.5 വയസ്സ്, 100 ചില്ലാനം. ഒരു ഗതിയില്ലാത്ത പാവപ്പെട്ട എത്തിയ മക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബറക്കത്തോട് നമ്മളെ വിഷമം അല്ലാഹു മാറ്റി തരട്ടെ. ചെറിയ പിഞ്ചു മക്കള് 100 ചില്ലാനം. 1 മാസം 5000 രൂപ, 10,000 രൂപ വെച്ച് ഓരോ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3.5 ഏക്കർ സ്ഥലം പാവപ്പെട്ടല്ലേ നിങ്ങൾക്കൊക്കെ സ്ഥലല്ലേ? ഞാൻ ഒന്ന് ഈ പിഞ്ചു മക്കൊണ്ട് സ്ഥലം, ആരാരുമില്ലാത്ത, ഒരു ഗതിയില്ലാത്തവർക്ക്, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് 4 സെന്റ് സ്ഥലം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ ചെയ്യാ? ആളുകൾ ഇങ്ങനെ തരികയാണ്. അത് എടുത്തു വെക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോ 4 സെന്റ് സ്ഥലം വെച്ചിട്ട് ഒരുപാട് കുടുംബത്തിന് കൊടുക്കുകയാണ്. പിന്നെ ഒരുപാട് പള്ളി നിർമ്മിച്ചു, ഒരുപാട് മദ്രസ നിർമ്മിച്ചു. അതുപോലെ തന്നെ 17 വീട്. ചെറിയ എത്തിയ മക്കള് എങ്ങനെ? ഭർത്താക്കന്മാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയ, പെട്ടെന്ന് അകാലത്തിൽ മരണപ്പെട്ടു പോയ കുടുംബത്തിന് 17 വീട് നിർമ്മിച്ചു. അൽഹംദുലില്ലാഹ് വയനാട് ജില്ലയിൽ ഇപ്പൊ ഒരു വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ അവിടെ കൈതപ്പൊയിലും ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. അതൊക്കെ ഒരാള് മുന്നിൽ ചെന്നിട്ട് ഞാൻ നൂറെ ഹബീബ് തങ്ങളാണ്, കുറെ ചാരിറ്റി ചെയ്യുന്ന ആളാണ്, എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ഇന്ന് വരെ ഒരാളോട് ഞാൻ എന്തില്ല ചോദിച്ചിട്ടില്ല. അതിന്റെ അവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ചോദിച്ചാൽ എന്താ യൂട്യൂബിൽ തന്നെ ആൾക്കാരെ വിമർശിക്കണം? എന്താ എല്ലാരും പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നോക്കണം, ഈ കൂട്ടത്തില് ഒരു വയറ് വെച്ച കിട്ടും ഇത്ര ആൾക്കാരെ? നിങ്ങൾ പറയും. ഒരു നിങ്ങൾ നോക്കാന്
ആയിരക്കണക്കിന് ആളുകൾ. എങ്ങനെ എല്ലാവർക്കും കുരു പൊട്ടാതൊക്കെ? എങ്ങനെ പൊട്ടാതൊക്കെ? എങ്ങനെ പോലെ ചികിത്സക്ക് തങ്ങളെ പെരിയിലെ ആള്, അത് ആയിരക്കണക്കിന്. ഒന്ന് ഉംറക്ക് പോകുകയാണെങ്കിലോ ഒരു 100-150 ആൾ. ഒരു സലാത്ത് വെച്ചാലോ, ഇന്ന് കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയ സലാത്ത് നടക്കുന്ന സ്ഥലം കൊടക്കാട്. പൈസ ആണെങ്കിലോ വാരിക്കോരി തരിക, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പക്ഷേ ഈ തരുന്നതൊക്കെ എത്തിയ മക്കൾക്കാ. എന്നോട് ആർക്കും സ്നേഹമില്ല. അൽഹംദുലില്ലാഹ്, അടുത്ത മാസം അല്ല ഈ വർഷം ഡിസംബറിൽ 25 മക്കളെ കല്യാണം. എത്ര? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എത്തിയ മക്കളും 25 കുട്ടികളെ. പതിക്ക് പൈസ സ്വർണം വരാൻ തുടങ്ങി കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കണം, എന്ത് എനിക്ക് നിങ്ങള് കൊടക്കാട് സലാത്തിന് സ്ഥലമില്ല. സലാത്ത് ചൊല്ലാന് 2 ഏക്കർ ഭൂമി വാങ്ങിക്കണം. അത് ഇൻഷാ അല്ലാഹ് ഏപ്രിലിന് രജിസ്റ്റർ ചെയ്യാൻ. അതിന് ഒരു കസാലക്ക് നല്ലൊരു എമൗണ്ട് വേണം. 1 ഏക്കർ നമ്മൾ രജിസ്റ്റർ ആക്കിയിരിക്കണം, 1 ഏക്കർ പാടെ. അപ്പൊ അതുകൊണ്ട് ഒരു കസാലടാണ് സ്ഥലങ്ങൾ വാങ്ങണം. നമ്മൾ മരിച്ചാല്, നമ്മൾ പള്ളിക്കാട്ടിൽ മറവ് ചെയ്ത് കിടക്കുമ്പോ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് ഒരാൾ വന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പ്രതികൾ നമ്മളെ ഖബറിലേക്ക് വരും. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങളോട് വളരെ വിനയത്തോടെ ഇൻഷാ അല്ലാഹ് അതിന്റെ കവർ നമുക്ക് തരും. ഏപ്രിൽ 30-ന്റെ ഉള്ളിൽ ഒരു കസാലയുടെ സ്ഥലങ്ങൾ കൊടക്കാട് വാങ്ങണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നവരുണ്ടാകാം, എന്നാൽ ഒരു തവണയും പാട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എനിക്ക് വേണ്ടി സഹായിക്കണം. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ കേട്ടോ. പിന്നെ സ്വർണവും പൈസയൊക്കെ ഇങ്ങനെ തിരക്കെത്തിയ മക്കൾക്കാണ്. അതുകൊണ്ട് അള്ളാഹു റാഹത്തും സന്തോഷം ഒരു സ്വർണ്ണാണ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് അടുത്ത 25 മക്കൾ അള്ളാഹു കമ്മല് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ കേട്ടോ. എവിടുന്ന? അവിടുന്ന് അക്കരപ്പറമ്പ്. അള്ളാഹു ബറക്കത്ത്. ഇവിടെ വന്നീനോ? പാപ്പം തറന്ന് മാറുന്ന് പറഞ്ഞല്ലേ. അള്ളാഹു ഒരു ഫാത്തിഹ ഓതിട്ട് കുഞ്ഞുമോൾക്ക് ഇനിയൊന്നും ഉണ്ടാവില്ല. ടെസ്റ്റ് ചെയ്യുമ്പോ താത്താക്ക് ക്യാൻസർ ആയിരുന്നു. ഇവിടെ വളരെ വിഷമത്തോടെ കൊണ്ടുവന്നതാ. അപ്പൊ അൽഹംദുലില്ലാഹ് രോഗമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതിന് സമ്മാനമായിട്ട് ഒരു യതീം മക്കൾക്ക് ഒരു കമ്മല് ഇവിടെ വന്ന് ക്യാൻസർ യതീം മക്കൾക്ക് ഒരു കമ്മല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ആ കുഞ്ഞുമോൾക്ക് ആ രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. അല്ലാഹു ഈ സ്വർണ്ണാഭരണ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഒരു ഫാത്തിഹ ഓതുക. അതിനുള്ളിൽ കയറുന്നത് ഇതിന്റെ ഉള്ളിൽ തന്നെ മതി. അതിന്റെ ഉള്ളിൽ തന്നാ മതി കേട്ടോ. അതിന്റെ ഉള്ളിൽ നിനക്ക് ടോക്കം വേണ്ട. ഇതെന്താണ് ഉമ്മ പേരിടാനല്ലേ? ഇത് എത്ര കൊല്ലത്തിന് ശേഷം? 16 കൊല്ലത്തിന് ശേഷം ഇവിടെ വന്നി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു 16 കൊല്ലത്തിന് രണ്ടാമതൊരു കുട്ടിയില്ലാതെ വിഷമത്തിലേക്ക് ഇവിടെ വന്നു. സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ പറഞ്ഞു. 16 കൊല്ലത്തിന് ശേഷം മാഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ദീനും ദുനിയ പ്രസവത്തിനും ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം 16 കൊല്ലത്തിന് ശേഷമല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് 16 കൊല്ലത്തിന് ശേഷം ഒരു കുട്ടി അല്ലാഹു ബറക്കത്ത്. പ്രസവം സുഖപ്രസവല്ലേനു? സുഖപ്രസവം കേട്ടോ. ഞാൻ എന്തെങ്കിലും പറയണ്ടോ? ഇല്ലല്ലോ. പേരക്കുട്ടിക്ക് ഇവിടെ തുടിപ്പുണ്ടായി. അത് പോയി. ഇവിടെ വന്നീന്നോ? മാഷാ അല്ലാഹ്. നീർച്ചല്ലേ സ്വലാത്തുൽ ഫാത്തിഹ. ഇതെന്താണ്? മോതിരം പറയും. എന്തേത്? മാഷാ അല്ലാഹ്. നിങ്ങളെ കല്യാണം ഈ വയസ്സാം കാലത്തോ? അല്ലാഹു ബർക്കത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനും. കല്യാണം ശരിയായില്ല. എത്ര വയസ്സായി? 39. അല്ലാഹു 39 വയസ്സ് ഒരു കുഞ്ഞുമോള്, ഒരു പെങ്ങള് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇവിടെ വന്നിരുന്നു. കല്യാണം ശരിയാകാതെ കല്യാണം ശരിയായി മരിക്കുന്നത് വരെ സന്തോഷത്തോടു കൂടി ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞാനൊന്നുമില്ലല്ലോ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. ഒരൊറ്റ ഫാത്തിഹ ഓതി ദുആരിക്കാം. അല്ലാഹു തന്നൊരു സമാധാന സന്തോഷം അല്ലാഹു കൊടുക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക